പുതുവത്സര ദിനത്തിൽ കുതിച്ചുയർന്ന ISROയുടെ PSLV 58-ൽ തിരുവനന്തപുരം പൂജപ്പുര LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമനിലെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹമായ VSATും ഉണ്ടായിരുന്നു. പൂർണ്ണമായും സ്ത്രീകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹമാണ് ഇത്. LBS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഖിൽ ഷാ അൻസാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ISROയുടെ PSLV C50-ൽ കുതിച്ചുയർന്നത് ഈ തിരുവനന്തപുരം പൂജപ്പുര LBS ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സ്വപ്നം കൂടെയാണ്. ആ സ്വപ്നത്തിന് സാക്ഷ്യം വഹിച്ച അല്ലെങ്കിൽ ആ സ്വപ്നങ്ങൾക്ക് പിന്നിലുള്ള ആളുകളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ VSATന്റെ അണിയറയിൽ പ്രവർത്തിച്ച ഈ LBS ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, നിങ്ങളുടെ ഒരു വലിയ ആഗ്രഹം, അത് വലിയൊരു സ്വപ്നമായിരുന്നു, അതിപ്പോൾ സഫലമായിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ ഒട്ടും നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു, പക്ഷെ അത് ഈ ഒരു നിമിഷമാണ് അത് സാക്ഷാത്കരിക്കപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, ആക്ച്വലി ഔട്ട് ഓഫ് വേർഡ്സ്. കാരണം ഇപ്പൊ നമ്മുടെ ഒരു ടീം കുറെ വിഭാഗം ആളുകൾ ശ്രീഹരിക്കോട്ടയിലാണ് ഇരിക്കുന്നത്, അവർ അവിടെ നിന്ന് കണ്ടു, ഞങ്ങൾ ഇവിടെ നിന്നാണ് കണ്ടത്. അപ്പോൾ പോകാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും ന്യൂ ഇയർ ആയിട്ടൊരു പുതിയ ഇയർ ആരംഭിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരു സന്തോഷ വാർത്തയിലൂടെ ആരംഭിക്കുന്നു പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എന്താണ് നിങ്ങളുടെ ഈ VSATന്റെ പ്രത്യേകത? VSATന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി UV ഇൻഡെക്സ് മെഷർ ചെയ്യുന്ന ഒരു പേലോഡാണ് VSAT എന്ന് പറഞ്ഞത്. കുഞ്ഞൻ പേലോഡാണ്, സെൽഫ് പവറിംഗ് ആണ്. ഇത് ഷെറിൽ നേരത്തെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ പേലോഡ് മാത്രമാണ് സെൽഫ് പവറിംഗ് ആയിട്ടുള്ളത്. സോ അതൊക്കെ VSATന്റെ വലിയൊരു പ്രത്യേകതയാണ്. അതിലും ഉപരി വിമൻ എഞ്ചിനീയർ ടീമാണ് ഇത് നിർമ്മിച്ചതെന്നുള്ളത് അതിലും വലിയൊരു പ്രത്യേകതയാണ്. ക്യാമ്പസിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കാരണം തന്നെയാണ് ഇതൊരു സക്സസ്ഫുൾ ആയിട്ട് പോയത്. നമ്മുടെ പ്രിൻസിപ്പൽ ആയാലും ഡയറക്ടർ ആയാലും ഫാക്കൽറ്റീസ് ആയാലും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത് മുന്നോട്ട് പോയത്. ഈ പ്രോജക്റ്റിനെ സക്സസ്ഫുൾ കാരണം നമ്മൾ ഈ കോളേജ് അതിന്റെ പാർട്ട് ആയതുകൊണ്ടാണ്. വുമൻസ് കോളേജാണ്. അപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രോജക്റ്റ് പോകുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ് കാര്യത്തിൽ. ഇത് തോന്നുന്നു പ്രൗഡ് മൊമെന്റ് ആണല്ലോ. ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യാണ്. ആൻഡ് ഇപ്പം കുറെ പേര് ശ്രീഹരിക്കോട്ടയിലുണ്ട്, ഞങ്ങളെല്ലാം ഇവിടെ നിന്നാണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ഉള്ള ഫീലിംഗ് സെയിം ആണ്. കാരണം നമ്മളൊരു 5 വർഷം അല്ലെങ്കിൽ ഒരു നീണ്ട കാലഘട്ടത്തിന്റെ ഒരു കാത്തിരിപ്പിന് ശേഷം ആ ഒരു സുദിനം വരവായി. അതൊരു ന്യൂ ഇയർ ദിവസം തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ബിയോണ്ട് വേർഡ്സ് ആണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഒരു നീണ്ട കാത്തിരിപ്പിൽ നമ്മൾ ഇത്രയും നാൾ വർക്ക് ചെയ്തൊരു പ്രോജക്റ്റ് ഒരു സക്സസ്ഫുൾ ആയി എന്നറിയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇന്ന് രാവിലെ ഇവിടെ എത്തിയപ്പോൾ തന്നെ എന്താണ് ഇന്നത്തെ ദിവസം എന്നുള്ള ഒരു സന്തോഷമായിരുന്നു. അപ്പം ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് അത് ലോഞ്ച് ചെയ്തു എന്നുള്ളത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം, ഹാപ്പി മൊമെന്റ് ആണ്. ലോഞ്ച് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അത് നിങ്ങളത് കണ്ടതാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. വളരെ പ്രൗഡ് ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് ഉണ്ടായത്. കാരണം ഞാനിപ്പോൾ ഒരു നമ്മുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റ് പേലോഡ് ഡിസൈനാണ് ചെയ്തത്. അപ്പം ആ ഒരു പേലോഡ് ബഹിരാകാശത്തോട്ട് പോകുമ്പം ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്ന വളരെ വിലമതിക്കാനാവാത്തതാണ്. വളരെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. വളരെ സന്തോഷം തോന്നുന്നു. ഓഫ്കോഴ്സ് പ്രൗഡാണ്. കാരണം കേരളത്തിലെ തന്നെ ആദ്യത്തെ സ്റ്റുഡൻറ് സാറ്റലൈറ്റ് ആണ്, ഇന്ത്യയുടെ തന്നെ ഫസ്റ്റ് വുമൻ എഞ്ചിനീയർഡ് സ്റ്റുഡൻറ് സാറ്റലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് വിമൻ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ്, അതായത് സ്ത്രീകളുടെ മാത്രം മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഒരു സാറ്റലൈറ്റ്, അതാണ് ഇന്നിപ്പോൾ കുതിച്ചുയർന്നത്, വിജയത്തിൽ എത്തി നിൽക്കുന്നത്. എന്തായാലും വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. ക്യാമറമാൻ ജിനുവിനൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.